വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ പാർട്ട് 2-ൽ വാനില ബെൻഡോ കേക്ക് എങ്ങനെയാണ് ഐസിങ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പാർട്ട് 1-ൽ ഇതിൻ്റെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും ഒന്ന് കാണുക. ഇതാണ് ഈ സ്പഞ്ചാണ് ഞാൻ പാർട്ട് 1-ൽ ഉണ്ടാക്കിയിരുന്നത്. ഈ സ്പഞ്ച് കേക്ക് വെറും 250 ഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മൾ ലഞ്ച് ബോക്സിനകത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ആ സ്പഞ്ച് 3ആയിട്ട് ഞാൻ ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നു. കണ്ടോ, അങ്ങനെ ഈക്വലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. 3 എണ്ണം ഉണ്ട്, അത് 250 ഗ്രാം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫസ്റ്റ് ലെയർ ഞാൻ ഒരു ബേസിനകത്ത് വെച്ചു. പിന്നെ ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് ഞാൻ വെറ്റ് ചെയ്യുന്നു. പിന്നെ പൈപ്പിംഗ് ബാഗിനകത്ത് ഞാൻ ക്രീം എടുത്ത് ഞാൻ ബീറ്റ് ചെയ്യുന്നതൊക്കെ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് നോക്കുക. അത് ആ ലെയറിലെല്ലാം സ്പ്രെഡ് ചെയ്ത് സ്പാച്ചുല ഉപയോഗിച്ച് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് അതിന് ഫില്ലിംഗ് ആയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നു. സാധാരണ വാനിലേക്ക് നമ്മൾ ഒരു ഫില്ലിങ്ങും കൊടുക്കാറില്ല. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. സ്പാച്ചുല ഉപയോഗിച്ച് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. കണ്ടോ, എല്ലായിടും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് സൈഡും നല്ലപോലെ ക്ലീൻ ചെയ്യുക. അവിടെ ഇവിടെയൊക്കെ ക്രീം ഇങ്ങനെ പൊന്തി നിൽക്കും. പിന്നെ അടുത്ത സെക്കൻഡ് ലെയർ വെക്കുക. ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്യുക. വീണ്ടും ക്രീം തേച്ച് സ്പ്രെഡ് ചെയ്യുക. വീണ്ടും കുറച്ച് മിൽക്ക് മെയ്ഡ് ചെയ്ത് നല്ലപോലെ എല്ലായിടവും വരുന്ന രീതിയിൽ സ്പാച്ചുല ഉപയോഗിച്ച് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. പിന്നെ അതിൻ്റെ സൈഡിലെല്ലാം ഫില്ല് ചെയ്യുക. ക്രീം ഉപയോഗിച്ച് എല്ലായിടും നല്ലപോലെ ഫില്ല് ചെയ്യുക. ടോപ്പും അതുപോലെ ചെയ്യണം. ചെറിയ കേക്കാണിത്, അത് ആ ബോക്സിനകത്ത് വെക്കാൻ പറ്റുന്ന കേക്ക്. പിന്നെ ആ സ്ക്രാപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും ഒന്ന് റൗണ്ട് ടേബിൾ ഒന്ന് റൗണ്ട് ചെയ്ത് അതൊന്ന് ലെവൽ ചെയ്യുക. പിന്നെ ഈ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പം ഒരു ഡിസൈൻ വരും. കണ്ടോ, സൈഡിലൊക്കെ ഒരു ഡിസൈൻ വരും. മോൾ ഭാഗമൊക്കെ നല്ല ക്ലീൻ ചെയ്ത് നല്ല ലെവൽ ചെയ്ത് ഇത് കണ്ടോ, ഇതാണ് 250 ഗ്രാമിൻ്റെ ബെൻഡോ കേക്ക്. ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് ഞാൻ മാറ്റുന്നു. സ്ലോ ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് വേണം വെക്കേണ്ടത്. അത് ആ ബോക്സിനകത്തോട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നു. കണ്ടോ, ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വെക്കേണ്ടത്. നമുക്ക് ബേസ് ഒന്നും ഇതിനകത്തോട്ട് വെക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചെറുതാണിത്. അതുപോലെ ലഞ്ച് ബോക്സും ചെറുതാണ്. അതിനകത്തോട്ട് പ്ലേസ് ചെയ്ത് കണ്ടോ. പിന്നെ ഈ ഓർഡർ ചെയ്തവർ പറഞ്ഞത് ഒരു ടോം ആൻഡ് ജെറിയുടെ ഒരു തീം വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഓർഡർ ചെയ്തത് ഫൈസൽ ആൻഡ് ആമിനയാണ്. അവരുടെ 8 years ടുഗദർ ഹാപ്പി ആനിവേഴ്സറി ആയിരുന്നു. ഹാപ്പി ആനിവേഴ്സറി ബോത്ത്. അതൊരു ബോക്സിനകത്ത് വെച്ച് ഇതുപോലെ റിബൺ വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ അതിന് നല്ല രസമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ.